മാഷെ, താലിബാനും ബലൂചിസ്ഥാനും കൂടി പാകിസ്ഥാനെ ചുരുട്ടിക്കൂട്ടി പെട്ടിയിലാക്കി കൊണ്ടുപോവുകയാണ്. 47 സൈനികരെയാണ് ബലൂചിസ്ഥാനിലെ ബലോച്ച് ലിബറേഷൻ ആർമി തീർത്ത് കളഞ്ഞത്. ഇന്ത്യയെ ചൊറിയുന്ന പാകിസ്ഥാൻ ഇനി ഉണ്ടാകുമോ? ഇന്ത്യയും പാകിസ്ഥാനും എന്നത് ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയായിരുന്നു. സത്യത്തിൽ ഇന്ത്യക്കാർക്കാർക്കും ആഗ്രഹമുണ്ടായിട്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യം രണ്ട് തുണ്ടായി വീതിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനം. ബ്രിട്ടീഷുകാർ അങ്ങനെയാണ്. അവർ പല സ്ഥലത്തു നിന്നും പോയ സമയത്തൊക്കെ പോയ സ്ഥലങ്ങളെല്ലാനും പരസ്പരം യുദ്ധം ചെയ്ത് തകരട്ടെ എന്ന കണക്കൂട്ടലിൽ പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അതിലൊന്നായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമുക്ക് ആ സെപ്പറേഷൻ്റെ കാലം എന്ന് പറയുന്നത് കുരുതിക്കാലമായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളാണ്, അഭയാർത്ഥി പ്രവാഹമാണ് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് 10,000-കണക്കിന് മനുഷ്യരെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ആ അമ്മമാർ, അതേപോലെ തന്നെ അച്ഛന്മാർ, കുട്ടികൾ, സഹോദരികൾ, സഹോദരന്മാർ, ഇവരൊക്കെ തന്നെ വേർപെട്ട് പോവുകയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുരന്തത്തിൻ്റെ ഒരു കാലമായിരുന്നു ഈ വിഭജന കാലം എന്ന് പറഞ്ഞു. അങ്ങനെ അത്ര വലിയ ദുരന്തമുണ്ടായി, വിഭജനമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ രണ്ട് രാഷ്ട്രങ്ങളും അതിൻ്റെ പ്രവർത്തന രീതിയിലേക്ക് പോയപ്പോൾ ഇന്ത്യ ജനാധിപത്യ രീതിയിലേക്ക് വളർന്ന് വികസിച്ച ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാൻ പക്ഷേ ജനാധിപത്യത്തെ ആദ്യമേ തന്നെ ജിന്നയുടെ കാലം മുതൽ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് പട്ടാള ഭരണത്തിൻ്റെ ഒരു പ്രവിശ്യയായി മാറുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇന്ത്യയെ ആക്രമിക്കുക എന്ന് പറയുന്നത് അവർ പാകിസ്ഥാനികൾ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള ഒരു പരിപാടി മാത്രമായിട്ട് മാറി. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും വൈകാരികമായിട്ട് ശത്രുത പുലർത്തുന്ന ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്ര സങ്കല്പമായിട്ട് മാറിത്തീർന്നു. അതാണ് തുടർന്നു വന്നിരുന്നത്. പിന്നീട് പാകിസ്ഥാനിലെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ പട്ടാള ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവിടുത്തെ ജനതയ്ക്ക് തന്നെ ജനാധിപത്യ ബോധം ഇല്ലാതെ അതിൻ്റെ പരിണിതി കുറേ കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പിറക്കുന്നതിലേക്ക് മാറി. അങ്ങനെ പാകിസ്ഥാൻ രണ്ടായി, ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ട്. എന്നാലും പാകിസ്ഥാൻ പിന്നീട് വീണ്ടും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു പ്രക്രിയ തുടർന്നു വന്നു. ആ പ്രക്രിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ഉലച്ചിലുകൾ, തകർച്ചകൾ പാകിസ്ഥാനെ ബാധിച്ചു. പാകിസ്ഥാൻ അങ്ങനെ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് വളരാനും വികസിക്കാനും പറ്റാത്ത തരത്തിൽ മുരടിച്ചതും അതേപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടുപോയ ഒരു പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും ശിഥിലീകരിക്കപ്പെടുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. കാരണം ഒന്ന്, അഫ്ഗാനികൾ ഈ ഇന്ത്യക്കെതിരെ പോലും അഫ്ഗാൻ സേനയെ പരിശീലിപ്പിച്ച് പാകപ്പെടുത്തി കൊടുത്തത് പാകിസ്ഥാനാണ്. അഫ്ഗാനികളൊക്കെ ഓടി പാകിസ്ഥാനിലേക്ക് കയറി പാകിസ്ഥാൻ മദ്രസകളിലാണ് അവർ ഈ ആയുധ പരിശീലനവും മറ്റുമൊക്കെ നേടി വീണ്ടും വന്നു. അങ്ങനെ അഫ്ഗാൻ എന്ന് പറയുന്ന പ്രദേശം ഈ ഭീകര പ്രവർത്തകരുടെ പ്രദേശമായിട്ട് മാറിത്തീർന്നു. അവിടെ നിന്ന് അമേരിക്കയെ അവസാനമായിട്ട് കെട്ടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഈ പാകിസ്ഥാനിൽ പരിശീലനം നേടിയ പടയാളികൾ, പോരാളികൾ അല്ലെങ്കിൽ ഒളിപ്പോരാളികൾ ഒക്കെ വന്ന് അവരുടെ കയ്യിലേക്ക് അധികാരം എത്തിയ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെയുള്ള ജനങ്ങളുടെ, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജനാധിപത്യ ജീവിതം തകർത്ത് തരിപ്പണമാക്കി. സ്ത്രീകൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ മുഴുവനും മുറിച്ചു മാറ്റി. പഠിക്കേണ്ട, നിങ്ങൾ പെണ്ണുങ്ങൾ പഠിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അതിഭീകരമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട്, ഭീകര രാഷ്ട്രമായിട്ട് അഫ്ഗാനിസ്ഥാൻ മാറി. ആ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാനെതിരെയാണ്, പാകിസ്ഥാൻ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബലോച്ച് വിമോചന പോരാളികൾ, അവരും പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തു നിന്നും പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുകയും കുറേ കഴിയുമ്പോൾ പാകിസ്ഥാൻ ഉണ്ടാകുമോ എന്ന് സംശയം വരാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇല്ലാതാകാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭീകരവാദികളൊക്കെ തമ്മിൽ തല്ലി തകരുന്നൊരവസ്ഥയാണോ? കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തീവ്രവാദികളെയാണ്. ഈ BJP സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് നുഴഞ്ഞുകയറ്റക്കാരും തീവ്രവാദികളെയും ഒക്കെ അടിച്ചൊതുക്കാനും
ഭീകര സംഘടനകളെ നിരോധിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. ജമ്മു കാശ്മീരിലും അല്ലെങ്കിൽ അത്തരം നമ്മുടെ ഇന്ത്യൻ്റെ പല അതിർത്തി മേഖലകളിലുമൊക്കെ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം കുറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയെ ശത്രുരാജ്യമായി കാണുന്നു. എപ്പോഴും അവിടെ നിന്ന് തീവ്രവാദികളെ ഇങ്ങോട്ടേക്ക് അയച്ച് ഇന്ത്യയുടെ സമാധാനവും സ്വസ്ഥതയും കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന പാകിസ്ഥാനെ മറ്റൊരു തീവ്രവാദ രാജ്യം തന്നെ, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന ബലൂചിസ്ഥാനും താലിബാനും രണ്ടുപേരും കൂടെ ചേർന്ന് കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ വേണ്ട, ഇനി ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ മതി എന്നുള്ള നിലപാടാണോ ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിച്ച് പോരുന്നത്? നമ്മൾ നേരത്തെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്, വാളെടുത്തവൻ വാളാൻ. അതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഭീകരവാദികളെ ആയുധം കൊടുത്ത് വളർത്തി വലുതാക്കി അടുത്ത രാജ്യത്തെ ആക്രമിക്കാൻ പറഞ്ഞയക്കുമ്പോൾ നിങ്ങളൊന്ന് കണക്കാക്കണം, ഇവൻ ഭസ്മാസുരനാണ് എന്നുള്ളത്. അവൻ തിരിച്ചു വരും, നിങ്ങളെ ഭസ്മാക്കും. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ സംഭവിക്കുകയുള്ളൂ. കാരണം സമാധാനപൂർവമായിട്ടുള്ളൊരു ജീവിതമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ, ആത്യന്തികമായിട്ട് പുരോഗമിക്കുന്ന സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ. നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എന്താണ് സംഭവിച്ചത്? പാകിസ്ഥാൻ എന്ത് ചെയ്ത്? പാകിസ്ഥാൻ അവിടെ നിന്ന് ഒരുപാട് ആളുകളെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റി. അങ്ങനെ നുഴഞ്ഞു കയറ്റി അതിനെ താർക്കാനും പിടിച്ചെടുക്കാനും ശ്രമിച്ച സമയത്ത് അവിടെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന രാജാവ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഭജന കാലത്ത് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വെച്ച വാഗ്ദാനം പ്രധാനപ്പെട്ടതായിരുന്നു. നിങ്ങൾക്ക് അന്നത്തെ നാട്ടുരാജാക്കന്മാരോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ചേരാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം. ഇതിന് രണ്ടിനും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര രാജ്യമായി നിന്നോളൂ എന്നാണ് പറഞ്ഞത്. എന്ത് അസംബന്ധവും അബദ്ധവുമാണത് എന്നുള്ളത് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടാണ്. കാരണം എന്താണ്? നാട്ടുരാജാക്കന്മാർക്ക് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്ക് എങ്ങനെ സ്വതന്ത്ര പദവിയോട് നിൽക്കാനായിട്ട് കഴിയും? നിൽക്കാൻ കഴിയില്ല, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഹൈദരാബാദിലെ നൈസാം എത്ര ശക്തമായിട്ടുള്ളൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാർ പറഞ്ഞു കേട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ട് ശ്രമം തുടർന്നു. പക്ഷേ നമ്മളുടെ ഭരണകൂടം അതങ്ങനെ അനുവദിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അദ്ദേഹമായിട്ട് പല നെഗോഷിയേഷൻസ് നടത്തി, അദ്ദേഹം കീഴടങ്ങിയില്ല. അവസാനം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പട്ടേൽ ഇന്ത്യൻ പട്ടാളത്തെ ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി തീരുകയാണ് ചെയ്തത്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ജമ്മു കാശ്മീരിലെ ഭരണകൂടം തയ്യാറായി. ഭരണകൂടം നമ്മളുടെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പട്ടാളം അവിടെ ചെന്നിട്ട് അന്ന് പാകിസ്ഥാൻ ഇറക്കിയിരുന്നതായിട്ടുള്ള നുഴഞ്ഞേറ്റക്കാരെ മുഴുവൻ തുരത്തുകയാണ് ചെയ്യുന്നത്. അന്ന് മുതൽ തുടങ്ങിയാണ്. അതായത് രാഷ്ട്രമുണ്ടായ അന്ന് മുതൽ തന്നെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞതിനിടയിൽ നമ്മളിങ്ങനെ തുരക്കുക, മാന്തുക, അങ്ങനെ നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, നിരന്തരമായിട്ട് ഭീകരവാദികളെ ഇങ്ങോട്ട് കടത്തിവിടുക, അതൊക്കെ നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളത് ചരിത്രം. അതായത് ഇപ്പോൾ അങ്ങനെ നമ്മളെ ഉപദ്രവിക്കാൻ നടന്ന പാകിസ്ഥാൻ സ്വയം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടാകുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലുള്ള വിപ്ലവകാരികളെന്ന് പറയുകയാണെങ്കിൽ പറയാം, അവരങ്ങനെയുള്ള പറയുന്നത് ബൈലൂസ് വിമോചക സേന എന്നാണ് അവർ പറയുന്നത്. അവരും അതേപോലെ തന്നെ താലിബാനും കൂടി പാകിസ്ഥാനെ തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ജനാധിപത്യ സംവിധാനമില്ലാത്ത ഏത് രാഷ്ട്രത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദുരന്തമാണത്. ആ ദുരന്തം അവിടെ ആവർത്തിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും.